ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബൈനറി നമ്പേഴ്സിനെ എങ്ങനെയാണ് ആഡ് ചെയ്യുക, അതിൻ്റെ റൂൾസും കാര്യങ്ങളും പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ ഒരു 2 ബൈനറി നമ്പേഴ്സിനെ ആഡ് ചെയ്ത് നോക്കും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് വൺസ് കോംപ്ലിമെൻ്റ് ആയിരുന്നു. വൺസ് കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ഒരു ബൈനറി നമ്പർ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ നേരെ ഇൻവേർട്ട് ചെയ്ത നമ്പർ, അതിനെയാണ് നമ്മൾ വൺസ് കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് അല്ലേ. ഇന്ന് നമ്മൾ പറയാനായിട്ട് പോണത് ടൂസ് കോംപ്ലിമെൻ്റ് ആണ്. എന്താണ് ടൂസ് കോംപ്ലിമെൻ്റ് എന്നാണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോണത്. അപ്പോൾ ഈ വൺസ് കോംപ്ലിമെൻറ്റും ടൂസ് കോംപ്ലിമെൻറ്റും നല്ല ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വൺസ് കോംപ്ലിമെൻ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു ബൈനറി നമ്പറിനെ നേരെ ഇൻവേർട്ട് ചെയ്യിപ്പിക്കുക, അതായത് 1 ഉള്ള സ്ഥലത്ത് 0യും 0 ഉള്ള സ്ഥലത്ത് 1ഉം ആക്കുന്നതാണ് വൺസ് കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി എന്താണ് ടൂസ് കോംപ്ലിമെൻറ്റ്? ടൂസ് കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ, അതിന് മുമ്പ് നമുക്ക് ആദ്യം ഒന്ന് നോക്കി നോക്കാം. ജസ്റ്റ് ഒരു വൺസ് കോംപ്ലിമെൻ്റ് ഒരു ബൈനറി നമ്പറിൻ്റെ എന്താണ് 110010. ഈ ഒരു ബൈനറി നമ്പറിൻ്റെ വൺസ് കോംപ്ലിമെൻ്റ് എന്താണ്? ആ 1 ഉള്ള സ്ഥലത്തൊക്കെ 0 ആവും, 0 ഉള്ള സ്ഥലത്തൊക്കെ 1 ആവും അല്ലേ. ദാറ്റ് ഈസ് 001101. ഇതാണ് അതിൻ്റെ വൺസ് കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ. ടൂസ് കോംപ്ലിമെൻ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ, ടൂസ് കോംപ്ലിമെൻ്റ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ബൈനറി നമ്പറിനെ ആദ്യം എന്തിലോട്ട് മാറ്റണം? വൺസ് കോംപ്ലിമെൻറ്റിലോട്ട് മാറ്റണം. മാറ്റിയ ശേഷം ആ റിസൾട്ടിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുന്നതാണ് ടൂസ് കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ആ 1 ആഡ് ചെയ്യുന്നത് ഏറ്റവും ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിലാണ്. ഏറ്റവും എൻഡിലുണ്ടല്ലോ, എൻഡിലുള്ള ബിറ്റിൻ്റെ താഴെയാണ് 1 ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ കിട്ടുന്ന റിസൾട്ടാണ് ടൂസ് കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ. ഒന്നും കൂടെ ഞാൻ പറയാം. ടൂസ് കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബൈനറി നമ്പറിൻ്റെ ടൂസ് കോംപ്ലിമെൻ്റ് കാണണം എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം ആ ബൈനറി നമ്പറിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ബൈനറി നമ്പറിൻ്റെ വൺസ് കോംപ്ലിമെൻ്റ് കാണുക. വൺസ് കോംപ്ലിമെൻ്റ് കണ്ട ശേഷം ആ വൺസ് കോംപ്ലിമെൻറ്റിൻ്റെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൽ 1 ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് ടൂസ് കോംപ്ലിമെൻ്റ് കാണുക. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ ഒരു എക്സാമ്പിൾ, ഒരു ബൈനറി നമ്പറാണ് 10010. അതിൻ്റെ ടൂസ് കോംപ്ലിമെൻ്റ് ആണ് കാണേണ്ടതെന്ന് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ വൺസ് കോംപ്ലിമെൻ്റ് കാണുക. ആദ്യം ആ ബൈനറി നമ്പറിൻ്റെ വൺസ് കോംപ്ലിമെൻ്റ് കാണണം അല്ലേ. സോ അതിൻ്റെ വൺസ് കോംപ്ലിമെൻ്റ് നമ്മൾ കണ്ടു, 01101 ആണ് ഈ ഒരു ബൈനറി നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൺസ് കോംപ്ലിമെൻറ്റ്. ദെൻ ഇതിൻ്റെ ടൂസ് കോംപ്ലിമെൻ്റ് കാണണമെങ്കിൽ എങ്ങനെയാണ്? +1 ചെയ്യുക. ആ 1 എവിടെയാണ്? ഏറ്റവും എൻഡിലാണ് നമ്മൾ ആ 1 കൊടുക്കേണ്ടത്. വിച്ച് മീൻസ് 01101. ആ ലാസ്റ്റ് 1ൻ്റെ താഴെയാണ് ആ 1 ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ സാധാരണ ബൈനറി അഡിഷൻ ചെയ്യുന്ന ആ റൂള് നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യുക. വിച്ച് മീൻസ് 1 + 1 0 വിത്ത് ക്യാരി 1. ആ 1 0 + 1 1. ദെൻ ബാക്കി റിമൈനിങ് എലമെൻറ്റ്സ് ഒക്കെ 110. ദാറ്റ് ഈസ് 01110 ആയിരിക്കും നമുക്കിതിൻ്റെ ഈ ഒരു 10010ൻ്റെ ടൂസ് കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നും കൂടെ പറയുകയാണ്. എങ്ങനെയാണ് ഈ അൽഗോരിതം വർക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ബൈനറി നമ്പറിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കാണണം. എന്നിട്ട് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൽ 1 ആഡ് ചെയ്തുകൊണ്ട് ടൂസ് കോംപ്ലിമെൻറ്റ് നമ്മൾ കാണണം. ഓക്കെ, അപ്പോൾ ഇത് നോക്കൂ, വേറൊരു എക്സാമ്പിളാണ് 10101110. ഈ ഒരു എലമെൻറ്റിൻ്റെ ഈ ഒരു ബൈനറി നമ്പറിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത് നമ്മളോട്. സോ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം എന്താ ചെയ്യേണ്ടത്? ഈ ഒരു നമ്പറിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കാണണം അല്ലേ. സോ നമ്മൾ വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടു. 0 ഉള്ള സ്ഥലത്തൊക്കെ 1ഉം 1 ഉള്ള സ്ഥലത്തൊക്കെ 0 ഇട്ടുകൊണ്ട് നമ്മൾ വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടു. ദാറ്റ് ഈസ് 010100001. അതാണ് വൺസ് കോംപ്ലിമെൻറ്റ്. ഇനി ഇതിൽ നമ്മൾ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൽ 1 ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 + 1 0 വിത്ത് ക്യാരി 1. ആ ക്യാരി അടുത്ത 0ൻ്റെ കൂടെ ആഡ് ചെയ്തപ്പോൾ 0 + 1 1 ആയി. ബാക്കി എലമെൻറ്റ്സ് ഒക്കെ സാധാ പോലെ തന്നെ 01010010. ഇതാണ് നമുക്ക് ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്പറിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ടൂസ് കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. ഇതുപോലെ നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് ഞാനിത് പറയുമ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി പോകും. പക്ഷെ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ നന്നായിട്ട് ഗ്രാസ്പ് ചെയ്യാനും കുറച്ചും കൂടെ നന്നായിട്ട് അത് മനസ്സിലാക്കാനും പറ്റുള്ളൂ. അപ്പോൾ ഡിഫറെൻ്റ് എക്സാമ്പിൾസ് വെച്ചിട്ട് നിങ്ങൾ നോട്ട്ബുക്കിൽ ചെയ്ത് നോക്കുക ടൂസ് കോംപ്ലിമെൻറ്റ് കേട്ടോ.
കുറച്ച് ടൂസ് കോംപ്ലിമെൻറ്റ് കണ്ടിട്ടാണ് ഇതിൻ്റെ ഇത് കണ്ടോ. അപ്പോൾ 000ൻ്റെത് കറസ്പോണ്ടിങ് ആയിട്ട് 111 ആണ് അതിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് കാണുക. അതേപോലെ തന്നെ 001 അതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് 110 ആണ്. ദെൻ നമ്മൾ വീണ്ടും ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൽ 1 ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ടൂസ് കോംപ്ലിമെൻറ്റ് കാണുക. അങ്ങനെയാണെങ്കിൽ 111 ആയിരിക്കും കിട്ടുക. കാരണം 110 + 1 എന്ന് പറഞ്ഞപ്പോൾ 0 + 1 1 ആണ്, ബാക്കിയൊക്കെ 11 തന്നെയാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങൾ നോട്ട്ബുക്കിൽ ഇതും ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ടൂസ് കോംപ്ലിമെൻറ്റ് കാണുക. ആദ്യം നമ്മൾ വൺസ് കോംപ്ലിമെൻറ്റ് കാണുക, കണ്ട ശേഷം ആ റിസൾട്ടിൻ്റെ കൂടെ നമ്മൾ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൽ അതായത് എൻഡിൽ 1 ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് ബൈനറി അഡീഷൻ പെർഫോം ചെയ്യുക. കിട്ടുന്ന റിസൾട്ടാണ് ടൂസ് കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ടൂസ് കോംപ്ലിമെൻറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഇനി ഒരുപാട് എടുക്കാനുണ്ട്. ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ. കാരണം ഇത് കംപ്ലീറ്റ് ഒരു ഡിജിറ്റൽ ചാപ്റ്റർ ആയതുകൊണ്ട് കുറേ പേർക്ക് ഇതിൻ്റെ ഒരു ഐഡിയ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മെല്ലെ ഓരോ ടേംസ് ഓരോ കോൺസെപ്റ്റുകൾ എടുത്ത് പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് വരെ നമ്മൾ ടൂസ് കോംപ്ലിമെൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. മുമ്പ് എടുത്തതും ഒക്കെയും കണ്ടിന്യൂവേഷൻ ആണ്. ബൈനറി അഡീഷൻ അറിഞ്ഞാലേ നമുക്ക് ടൂസ് കോംപ്ലിമെൻറ്റ് കാണാനായിട്ട് പറ്റുള്ളൂ അല്ലേ. കാരണം അഡീഷൻ എന്നുള്ള സംഭവം നമ്മളിതിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. താങ്ക് യു.